एकदन्तं महाकायं तप्तकाञ्चनसन्निभम् लम्बोदरं विशालाक्षम् वन्देऽहं गणनायकम् वन्देऽहं गणनायकम्। ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। दधानाकरपद्माभ्याम् अक्षमालाकमण्डलू देवी प्रसीदतु मयि ब्रह्मचारिण्यनुत्तमा। നമസ്തേ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് 2ാം ദിവസമാണ്. ബ്രഹ്മചാരിണി ദേവിയാണ് ഇന്നത്തെ സങ്കല്പം. സതീദേവി നിന്നും ഉണ്ടായ ശൈലപുത്രിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ വികാരങ്ങളെല്ലാം ഹോമിച്ച് ഒരു ഉത്തമയായ ഒരു പുത്രിയായി വന്ന ശൈലപുത്രി ബ്രഹ്മചാരിണിയിലേക്ക് പോവുകയാണ്. തപസ്സനുഷ്ഠിക്കാണ് വീണ്ടും ശിവനിലേക്ക് എത്താൻ. ശിവനിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടു ദേവി. അപ്പൊ ദേവിയുടെ എന്താണ് ജന്മ ഉദ്ദേശം തന്നെ ശിവനിൽ ലയിക്കുക എന്നുള്ളതാണ്, ശിവനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തലേദിവസം പറഞ്ഞ ആ ഇമോഷൻസിനെയൊക്കെ കൊണ്ട് ആ വേണ്ടാത്തതിനെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ശിവം മംഗളകരമായ കാര്യത്തിലേക്ക് നയിക്കാൻ പുതിയ ജന്മം എടുത്തു തന്നിരിക്കുകയാണ്. പക്ഷേ സതീദേവിയുടെ വിയോഗത്തിൽ അതിയായി ദുഃഖിതനായതും രോഷവും എല്ലാം ഉള്ള ശിവൻ ഇതിലേക്ക് അടുക്കുന്നില്ല. ദേവിയെ ഒന്ന് കാണുന്നത് പോലുമില്ല. ശിവന്റെ എന്താണ് ഒരു കൺസിഡറേഷൻ പോയിട്ട് ഒരു മൈൻഡ് പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതിൽ വളരെ ദുഃഖിതയായിട്ടുള്ള ദേവിയെ പാർവതി ദേവിയുടെ അടുത്ത് നാരദ മഹർഷി വന്നിട്ട് പറയുകയാണ്, തപസ് അനുഷ്ഠിക്കണം, ശിവനിലേക്ക് എത്താൻ തപസ് അനുഷ്ഠിക്കണം. അങ്ങനെ ബ്രഹ്മചര്യ വൃത്തികളിലൂടെ സഞ്ചരിച്ച് തപസ് അനുഷ്ഠിച്ചാൽ മാത്രമേ ശിവന്റെ പക്കൽ എത്താൻ പറ്റുള്ളൂ എന്നാണ് കഥയിൽ പറയുന്ന രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ. വളരെ കഠിനമായിട്ടുള്ള വ്രതങ്ങളും കാര്യങ്ങളും തപസ്സും ഒക്കെയാണ് ദേവി ചെയ്തിരിക്കുന്നത്. ദേവി എടുത്ത വ്രതത്തിനോളം ആർക്കും എടുക്കാൻ പറ്റില്ല, അത്രയും കഠിന വ്രതങ്ങൾ ആണ് എടുത്തത്. അവസാന ഭക്ഷണം എല്ലാം കുറച്ചു, വളരെ സാത്വികമായിട്ടുള്ള രീതിയിലുള്ള ചര്യകൾ മാത്രം, അതെ, രാജകീയമായ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ദേവി ഇറങ്ങിത്തിരിക്കുന്നത്. ശുഭ്രവസ്ത്രം മാത്രം, വെളുത്ത വസ്ത്രം മാത്രം ധരിച്ച്, കയ്യിൽ കമണ്ടലു മാത്രം ധരിച്ച്, മറ്റൊന്നുമില്ല. പിന്നെ അവസാനം വീണ് കിടക്കുന്ന ഇലകൾ മാത്രം ആയി തുടങ്ങി. അങ്ങനെ ആ ഇലകൾ മാത്രം കഴിച്ചും തുടങ്ങി. അപർണ എന്നുള്ള പേര്. അങ്ങനെ അവസാനം ശിവൻ ദേവിയെ അംഗീകരിക്കുകയും ദേവിയെ ലയിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഥ. കുറച്ചുകൂടെ വിപുലീകരിച്ചൊക്കെ കഥ പറയാം. കഥകൾ ഒരുപാടുണ്ട്. നമ്മൾ കഥകളിലേക്കല്ല പോകുന്നത്, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ എന്നുള്ളതിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഈ ബ്രഹ്മചാരിണി അല്ലെ, ബ്രഹ്മചര്യം, എന്ത് ബ്രഹ്മചര്യം? ബ്രഹ്മചാരി എന്ന് പറയുന്നത് മറ്റേ മിസ്റ്റർ ബ്രഹ്മചാരി സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ബ്രഹ്മചാരി എന്താണ്, അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്താണ് എന്നുള്ളതിനെ പറ്റി ഒത്തിരി സംശയങ്ങൾ കുറെ ഉണ്ട്. എന്താണ് കല്യാണം കഴിക്കാൻ പാടില്ല, സ്ത്രീകളെ നോക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് എപ്പോഴും എല്ലാവർക്കും ബ്രഹ്മചര്യം എന്നുള്ള വൃത്തിയിൽ സംശയമുള്ളത്. എന്നാൽ അതല്ല ബ്രഹ്മചര്യം. ബ്രഹ്മത്തിൽ ചരിക്കുക, ചരിക്കുക എന്ന് പറയുന്നത് സഞ്ചരിക്കുക. ബ്രഹ്മത്തിൽ ചരിക്കുക എന്നുള്ളതാവും, അതാണ് ബ്രഹ്മചാരി. അപ്പൊ ആ ബ്രഹ്മചാര്യം, ബ്രഹ്മം എങ്ങനെ, ബ്രഹ്മം എന്താണ്? സത്യമായ കാര്യമാണ് ബ്രഹ്മം. ബ്രഹ്മം സത്യം, ഒരേ ഒരു സത്യമേ ഉള്ളൂ, അത് ബ്രഹ്മമാണ്. ആ സത്യത്തിലൂടെ ചരിക്കുന്നതാണ് ബ്രഹ്മചര്യം. ആയുർവേദ വിധിപ്രകാരം ശരിക്കും 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ആഹാരം, പിന്നെ നിദ്ര, പിന്നെ ബ്രഹ്മചര്യം. ഇത് 3മാണ് നമ്മുടെ ജീവിതത്തിന്റെ തൂണുകൾ എന്ന് പറയാം.
അപ്പം ആഹാരവും നിദ്രയും ഒക്കെ നമ്മുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി പേര് അതിലൂടെ കടന്നു പോയിട്ടുണ്ട്, വ്യക്തമായിട്ട് അറിയാം അതിനെപ്പറ്റി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ തന്നെ അതിനെപ്പറ്റി നല്ലൊരു ബോധം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ബ്രഹ്മചര്യം എന്താണ്? അപ്പൊ ജീവിതത്തിന്റെ അടിസ്ഥാനം ബ്രഹ്മചര്യമാണെന്ന് പറയുമ്പോൾ ഒത്തിരി സംശയങ്ങളുണ്ട്. കല്യാണം കഴിക്കാൻ പാടില്ലേ? പ്രത്യേകിച്ച് ബ്രഹ്മചര്യത്തിനെ പറ്റി തെറ്റായിട്ടുള്ള ധാരണകളാണ് കൂടുതൽ പേർക്കുമുള്ളത്. ബ്രഹ്മത്തിലൂടെ ചരിക്കുക എന്നുള്ള അർത്ഥമാണ് ആ വാക്കിന്റെ ബ്രഹ്മചര്യം. ചര്യം ചരിക്കുക, നടക്കുക. അപ്പൊ ബ്രഹ്മത്തിലൂടെ ഫോളോ ചെയ്ത് പോവുക. കല്യാണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ നടക്കുന്നതാണ് ബ്രഹ്മചര്യമെങ്കിൽ ദേവി കല്യാണത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ബ്രഹ്മചാരിണി ദേവി അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. അതിലേക്ക് എത്താനും അതിലേക്ക് ലയിക്കാനുമാണ് ചിന്തിച്ചിരുന്നത്. അപ്പോ വൈവാഹിക ബ്രഹ്മചര്യം എന്നും നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നും രണ്ടു തരത്തിൽ ആയുർവേദത്തിലും നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്. അപ്പോ എന്താണ് ആ ബ്രഹ്മചര്യത്തിലേക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എങ്ങനെ ബ്രഹ്മചര്യം സ്വീകരിക്കാം? ഈ ബ്രഹ്മചര്യം എന്നുള്ള വാക്ക് നമുക്ക് എടുക്കുമ്പോൾ ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്നൊക്കെ എല്ലാരും കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മാവിന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എന്താണ്, ക്രിയേറ്റർ എന്ന് പറയാറുണ്ട്. ക്രിയേറ്റിവിറ്റി. നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ആകണമെങ്കിൽ ഈ ബ്രഹ്മചര്യത്തിലൂടെ ചരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് വെറുതെ ഒരിടത്ത് മിണ്ടാതെ ഇരിക്കരുത്. നമ്മളൊക്കെ ജനിച്ചതിന്റെ പിന്നില് ഉറപ്പായിട്ടും കുറെ നിയോഗങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം, നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കണം. എങ്ങനെയുള്ള പ്രൊഡക്റ്റീവ്, എങ്ങനെയുള്ള ക്രിയേറ്റീവ്, അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കും സമൂഹത്തിനും അല്ലെങ്കിൽ നമുക്കും ലോകത്തിനും ഉപയോഗപ്രദമായ ഒരു പ്രൊഡക്ടിവിറ്റി അതാണ് വേണ്ടത്. ഒരു നശീകരണമല്ല, ഉപയോഗപ്രദമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയാണ് വേണ്ടത്. അത് ഈ ബ്രഹ്മചര്യത്തിലൂടെ നടക്കുള്ളൂ. ആ ബ്രഹ്മചര്യ വ്രതം നമുക്ക് എടുക്കാൻ കഴിയണം. ആ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിലൂടെ നയിക്കുന്ന അല്ലെങ്കിൽ സത്യത്തിലൂടെ ചരിക്കുന്ന, ബ്രഹ്മത്തിലൂടെ ചരിക്കുന്ന ഒരു വ്രതമാകണം ആ ബ്രഹ്മചര്യം. ആ ബ്രഹ്മചര്യത്തിലേക്ക് പോകാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നവരാത്രി ആദ്യ ദിനത്തിൽ വ്രതത്തിന്റെ കാര്യം പറഞ്ഞു. ഭക്ഷണം കഴിച്ചോ കഴിക്കാതെയോ അല്ലെ ഉപവാസം എന്താണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ബ്രഹ്മചര്യത്തിലും ഈ ബ്രഹ്മചാരിണി ദേവി ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് അലങ്കാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മയക്കുന്ന മായകളിൽ നിന്നെല്ലാം മോചനം കിട്ടി ഒരു ബ്രഹ്മത്തിലൂടെ ചരിക്കാൻ നോക്കട്ടെ. ആ മായകൾ എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള മായകളുണ്ട്, നമ്മുടെ സുഖങ്ങൾ. അതിൽ ആദ്യത്തെ സുഖം എന്താന്ന് ഞാൻ പറഞ്ഞോട്ടെ. അതിലും ഈ ബ്രഹ്മം എന്നുള്ള വാക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. ആദ്യത്തെ സുഖം നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ സുഖമായിട്ട് ഉറങ്ങാം. ഇപ്പൊ പലർക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഉറക്ക കുറവാണുള്ളത്, ഉറങ്ങാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ക്രിയേറ്റീവ് ആകേണ്ട വയസ്സിൽ, ഇന്ന വയസ്സ് മാത്രമാണ് ക്രിയേറ്റീവ് എന്ന് പറയുന്നില്ല, എല്ലാ വയസ്സും ക്രിയേറ്റീവ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും വളരെ ചെറിയ പ്രായം മുതൽ ഒരു സ്റ്റുഡന്റ് ലൈഫ്, അതായത് പഠനം, നമ്മൾ കാര്യങ്ങൾ പഠിച്ചു മുന്നേറേണ്ട ഒരു സമയം, നമ്മുടെയൊക്കെ യങ് ഏജ് എന്നൊക്കെ പറയുന്ന വളരെ പ്രൊഡക്റ്റീവ് ആവേണ്ട കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും പൊതുവെ ഉറങ്ങി തീർക്കാറുണ്ട്. അതും ഏത് സമയത്ത്? ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഉറങ്ങാറുണ്ട്. ആ ബ്രഹ്മമുഹൂർത്തം ആരും കാണാറില്ല എന്ന് തോന്നുന്നു. ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയും. ആ മുഹൂർത്തത്തിന് അങ്ങനെ ഒരു പേര് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മാവ്, ക്രിയേറ്റർ, പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് ആ സമയത്ത് എണീക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഉപേക്ഷിക്കേണ്ട സുഖം എന്ന് പറയുന്നത് രാവിലെ 10 മണി 11 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ആ ഒരു സുഖത്തിനെ. അതൊരു സുഖമാണോ? അത് ശരിക്കും നമുക്ക് സുഖം എന്ന് തെറ്റായിട്ട് തോന്നുന്നതാണ്. ശരിക്കും അതൊരു സുഖമല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അസുഖത്തിലേക്ക്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് തുടങ്ങി നിങ്ങൾ ശീലിക്കുമ്പോൾ മനസ്സിലാകും ഏതായിരുന്നു സുഖം, അതായിരുന്നു സുഖം, ഇതാണോ സുഖം എന്ന് മനസ്സിലാവും. അത് ശീലിച്ചാലേ മനസ്സിലാവും. അതൊന്ന് ചിട്ടയായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ദിവസത്തിന് 24 മണിക്കൂറിനേക്കാൾ ദൈർഘ്യം നമുക്ക് തോന്നും നേരത്തെ. ഞങ്ങളെ സംബന്ധിച്ച് പറയാലോ, നമ്മളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞ വളരെ തിരക്ക് കൂടി വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഇന്നലെയും അങ്ങനെയാണ് ശരിക്കും സംഭവിച്ചത്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, തിരക്ക് വല്ലാതെ കൂടിയപ്പോഴാണ് ഞങ്ങൾക്ക് പലതും നീക്കി വെക്കേണ്ടി വന്നു പോയത്. അപ്പൊ ചില ദിവസങ്ങൾ നമുക്ക് തികയാത്തത് പോലെ തോന്നാറുണ്ട്. നമ്മൾ അത്യാവശ്യം രാവിലെ പോകാനൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ എണീക്കാറുണ്ട്, കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഈ എന്താണ് നമ്മുടെ ആക്ടിവിറ്റികളിൽ നന്നായിട്ട് മുഴുകാറുണ്ട്. എന്നിരുന്നാലും ഈ ഓണത്തിന് ഞങ്ങൾക്കൊരു അവസരം കിട്ടി. വെളുപ്പാങ്കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ഓണത്തിന്റെ അന്ന് കിട്ടി. അന്ന് ഞങ്ങൾ അവിടെ 3 മണിക്ക് അല്ല 2:45 തൊഴാൻ കയറണം, ക്യൂവിൽ കയറണം അല്ലെ. 3 മണിക്ക് തൊഴാൻ കയറണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് 2:30 2:45 റെഡിയായി പോകണമല്ലോ. അപ്പൊ അന്ന് അത്രയും നേരത്തെ എണീറ്റ്, ആരോടും ഈ വെളുപ്പിന് 2:30 എണീക്കുന്ന കഥയല്ലേ പറയുന്നത്, ചെറിയൊരു ഉദാഹരണമാണ് പറയുന്നത്. അന്നേ ദിവസം ഞങ്ങൾ വെളുപ്പിനെ എണീറ്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് അമ്പലങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മണിയായപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ്,
വൈകുന്നേരം ആയോ? അതോ എന്താണ് സംഭവിച്ചത്? ഇനി 10 മണിയേ ആയിട്ടുള്ളോ? എന്നുവെച്ചാൽ എന്തൊക്കെയോ കുറെ ഒരുപാട് കാര്യങ്ങൾ. കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ദിവസം അന്ന് രാവിലെ ആയതേ ഉള്ളൂ. അതെ. അതാണ്, ഒരു ദിവസം കഴിഞ്ഞു എന്നിട്ടും ഇനിയും ഒരു ദിവസം ബാക്കിയുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമയം കിട്ടും. നമ്മൾ ഈ ഒരു സമയം പാലിച്ചാൽ, അതായത് എണീക്കുന്ന സമയം അതെ. മാത്രം ഒരൊറ്റ കാര്യം നമ്മുടെ ജീവിതത്തിൽ മാറ്റിയാൽ തന്നെ അത്രത്തോളം ചേഞ്ച് ഉണ്ടാകും. ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഇത്രയും നേരത്തെ എണീറ്റിട്ട് പോലും നമ്മൾ സാധാരണ ഉണരുന്ന ഏർലി മോർണിംഗ് ആണെങ്കിലും അതിൽ കൂടുതൽ സമയം മുന്നെയാണ് നമ്മൾ ഉണർന്നത് അന്ന്. പക്ഷെ അത്രയും നേരത്തെ എണീറ്റിട്ട് പോലും നമുക്ക് ആർക്കും ഒരു ക്ഷീണമോ, നമ്മുടെ 6 വയസ്സുള്ള മോളും അന്ന് ഞങ്ങളോട് എണീറ്റു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു ക്ഷീണമല്ല. ഈ 10 മണിയാവുമ്പോഴും നമ്മൾ ടയേർഡ് അല്ല, ഞങ്ങൾ ആക്റ്റീവ് ആണ്, പ്രൊഡക്റ്റീവ് ആണ്. ബ്രാഹ്മ മുഹൂർത്തത്തിന്റെ ഗുണം ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റിയ മറ്റൊരു നിമിഷമാണത്. ഈ ബ്രാഹ്മ മുഹൂർത്തത്തിന് ഒരു യാമം കണക്ക് അതെ. പറയുന്നുണ്ട്. ഏകദേശം 3:30 മണി മുതൽ 5:30 മണിക്ക് ഇടയ്ക്കാണ് പറയുന്നത്. അതാണ് ബ്രാഹ്മ. ഇതിൽ ഏതെങ്കിലും ഒരു സമയം 5:30 ആവാൻ 1 മിനിറ്റ്. സൂര്യോദയത്തിന് ഒരു 3 മണിക്കൂർ മുൻപേ മുതൽ തുടങ്ങാം എന്ന് നമുക്ക് പറയാം. അതെ. ആ ഒരു സമയത്ത് എണീക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസത്തെ കാര്യമല്ല, അടുത്ത മീൻസ് എല്ലാ ദിവസവും ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സുഖം വരും. അപ്പൊ നമ്മൾ ആദ്യം ത്യജിക്കേണ്ട, ബ്രഹ്മചാരിണി ആയിരിക്കെ ഓരോന്ന് ത്യജിച്ച കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ത്യജിക്കണം എന്നുള്ള ആദ്യത്തെ കാര്യമാണ് നമ്മളുടെ അനാവശ്യമായ ചില സുഖങ്ങളെ നമ്മൾ സുഖമെന്ന് ത്യജിക്കുക. നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ചില അസുഖങ്ങൾ ത്യജിക്കുക. പിന്നെ രുചി അല്ലെ, അതെ. ഇന്ദ്രിയങ്ങൾക്ക്. പിന്നെ അടുത്ത് ത്യജിക്കേണ്ടത് ഇന്ദ്രിയങ്ങൾക്ക് മാത്രം നൽകുന്ന സുഖമാണ്. അതായത് ശരിക്കും ഒരു സുഖമാകണമെന്നില്ല, ശരീരത്തിനോ മനസ്സിനോ കൃത്യമായ ഒരു സുഖമാകില്ല. പക്ഷേ ഇന്ദ്രിയങ്ങൾ നമ്മളെ അത് സുഖമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം നാവാണ്, രുചി അല്ലെ, രുചി. രുചി. ആ രുചി മാത്രമല്ല, രുചി അങ്ങ് ആസ്വദിക്കാൻ തെറ്റായ സമയവും സ്വീകരിക്കാറുണ്ട് എന്നുള്ളതാണ്. ലേറ്റ് നൈറ്റ് ഡിന്നർ, അത് ഒരുപാട് തവണ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലേ, ബോറടിപ്പിക്കേണ്ടെന്ന് ലേറ്റ് നൈറ്റ് തോന്നുന്നു. ഡിന്നർ ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഓഫറുകൾ ഒരുപാടുണ്ട് ഹോട്ടലുകളിൽ, ലേറ്റ് നൈറ്റ് ഡിന്നർ ഓഫർ. അപ്പൊ അങ്ങനെ വഴിതെറ്റിക്കാൻ നമുക്ക് ചുറ്റും ഓഫറുകളുണ്ട്. ലേറ്റ് നൈറ്റ് പോകുന്നത് കൊണ്ട് ലേറ്റ് നൈറ്റ് മാത്രം തുറക്കുന്ന കടകളുണ്ട്. അതായത് വൈകുന്നേരം ഒരു 6-7 മണിക്ക് തുറന്നിട്ട് വെളുപ്പിന് 3 മണിക്ക് അടയ്ക്കുന്ന ഹോട്ടലുകൾ ഉണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്, ഹോട്ടലിലെ റെസ്റ്റോറന്റുകളുണ്ട്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ആരുടെയും കുറ്റമല്ല. അത് എല്ലാവർക്കും അവർ ഇത് പറഞ്ഞ പോലെ രാവിലെ എണീക്കാതെ നേരെ ജോലിക്ക് പോവുക, കഴിച്ചാലായി, ഉച്ചയ്ക്ക് കഴിച്ചാലായി, വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചാലായി. വളരെ റിലാക്സ്ഡ് ആയിട്ട് ആൾക്കാർ കഴിക്കുന്നത് പാതിരാത്രിയാണ്. അത് അപ്പൊ തന്നെ. നാവിന്റെ രുചി മാത്രമല്ല, രുചിക്കുള്ള സമയം ഉൾപ്പെടെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം മാറുന്നു, പുറത്തേക്കുള്ള ഭക്ഷണമാകുന്നു. അവർക്ക് പുറത്തു നിന്നുള്ളവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം രുചി കൂടുതൽ തരിക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ നാവിന് രുചി കൂടുതൽ നടത്തുക, അതുപോലെ അതിലൂടെ അവരുടെ ബിസിനസ് കൂട്ടുക എന്നുള്ളത്. അപ്പൊ സുഖം. രണ്ടാമത് രുചി. ത്യജിക്കേണ്ട ഒരു സുഖം, ബ്രഹ്മചാരിണി അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നമ്മൾ രണ്ടാമത് ത്യജിക്കേണ്ട ഒരു സുഖം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടുള്ള സുഖമാണ്. ഇന്ദ്രിയ സുഖങ്ങൾ പൂർണ്ണമായും ത്യജിക്കണമെന്നല്ല, ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടു കൊടുക്കുന്ന ചില സുഖങ്ങൾ ത്യജിക്കണം. ഇന്ദ്രിയങ്ങൾ നല്ല കാര്യങ്ങൾ അതെ. ആസ്വദിച്ചോട്ടെ. ഇന്ദ്രിയങ്ങൾ ഒരു പൂവ് കണ്ട് ആസ്വദിക്കാൻ. നിങ്ങൾക്ക് അതെ. ആസ്വദിക്കാൻ കഴിയുന്നു, ഒരു നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സന്തോഷം. അല്ലാതെ ഒരു അടിമപ്പെട്ടു പോകുന്ന, ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന, ആരോഗ്യത്തെ നശിപ്പിക്കുന്ന സുഖങ്ങളെ ത്യജിക്കാം. ഇനി എങ്ങനെ സുഖത്തോടുകൂടി മുമ്പോട്ട് പോകണം എന്നുള്ളതും പറയാണ് കേട്ടോ. ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ചു പോയി. ഒരു വശത്ത് നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾ ത്യജിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി അടുത്ത വശം ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിച്ചു പോകുന്ന കാര്യം പറയുകയാണ്. കാരണം ഈ ബ്രഹ്മചാരിണി ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ദേവി ബ്രഹ്മചാരിണി തപസ് അനുഷ്ഠിക്കുന്നത്. എന്താണ്? ലക്ഷ്യത്തോടു കൂടി. ലക്ഷ്യത്തിലേക്ക് അവിടെ എത്തണം, ശിവന്റെ അടുക്കൽ എത്തണം. അത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. ശിവനെ പോലെ ഇത്രയും കോപമുള്ള, ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്ന ഒരാളുടെ അടുത്ത് എത്തിപ്പെടുക, ഭാര്യയുടെ സ്ഥാനത്ത് എത്തിപ്പെടുക എന്നുള്ളതും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. പക്ഷെ അവിടെ എത്തിപ്പെടാൻ വേണ്ടി എന്തും ത്യജിച്ചും സഹിച്ചും മുമ്പോട്ട് പോകുന്നത് നമുക്കൊക്കെ ഒരു എന്താണ്, മാതൃകയാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ദൃഢമായ നിശ്ചയത്തോടു കൂടി പോയി കഴിഞ്ഞാൽ എത്ര കഠിനമായ കാര്യമാണെങ്കിലും അതിനെ നേടിയെടുക്കാൻ കഴിയും എന്ന് കാണിച്ചു തരുന്ന ദേവീഭാവം കൂടിയാണ് ബ്രഹ്മചാരിണി ദേവീഭാവം. പക്ഷെ ഏത് വഴി കൂടെ പോണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. ദൃഢനിശ്ചയത്തിലൂടെ പലരും പലതും നേടിയിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെ നേടും? ജോലി നേടാം, ഉന്നതമായിട്ടുള്ള വിജയം പരീക്ഷകളിൽ നേടാം, അല്ലെങ്കിൽ ഒരു വലിയ വീട് വെക്കാം, വലിയ വലിയ പൊസിഷനുകളിലേക്ക് കയറാം, ഭൗതികമായ എല്ലാ സുഖങ്ങളും നേടാം. ഇതൊക്കെ ദൃഢനിശ്ചയത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. പലരും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പരീക്ഷിച്ച് നേടാറുണ്ടല്ലേ ഡോക്ടർ? പക്ഷേ എങ്ങനെ നേടണം, എന്ത് നേടണം എന്നറിയാൻ ബ്രഹ്മചാരിണി ദേവിയുടെ പോക്കിനെ തന്നെ മനസ്സിലാക്കണം. ആത്യന്തികമായിട്ടുള്ള മംഗളത്തെ നേടാനാണ്
ബ്രഹ്മചാരിണി ദേവി കഠിനമായ വ്രതം ആ എടുത്തത്. ലക്ഷ്യവും പ്രധാനമാണ്. ഒരു പ്രവൃത്തി മാത്രമല്ല, നേടാനുള്ള, ഡോക്ടർ പറഞ്ഞ പോലെ നേടാനുള്ള പരിശ്രമം മാത്രമല്ല, എന്ത് നേടണമെന്നുള്ള ലക്ഷ്യവും ബ്രഹ്മചര്യത്തിൽ ഉൾപ്പെടും. അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മതി. ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് ആഗ്രഹിച്ച് ഏത് പ്രയത്നം നേടി എന്തും നേടാം. നേടി കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സുഖകരമാണോ, സന്തോഷകരമാണോ, ആപത്കരമാണോ എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോ അതിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മചാരിണി അല്ലെങ്കിൽ ബ്രഹ്മചാരിണി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ബ്രഹ്മചാരിണി ദേവി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ബ്രഹ്മചര്യം എന്നുള്ള കാര്യം കൃത്യമായ ആശയം ഉള്ളിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലക്ഷ്യവും വളരെ ശുദ്ധമായിരിക്കും. ബ്രഹ്മചാരിണി ദേവിയുടെ ശുഭ്രവസ്ത്രം പോലെ, ശുഭ്രമായ ലക്ഷ്യം പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളും ശുഭ്രമായിരിക്കും, നമ്മുടെ ലക്ഷ്യങ്ങളും ശുഭ്രമായിരിക്കും. വളരെ മംഗളകരമായ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ പറ്റും. യാത്രയും സന്തോഷകരമായിരിക്കും, ലക്ഷ്യവും സന്തോഷകരമായിരിക്കും. നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ വേണ്ടാത്ത ഇമോഷൻസ്, നമ്മളെ ഭരിക്കുന്ന നമ്മളിലെ കുറെ ഇമോഷൻസ് ഉണ്ട്. അതിനെ ആദ്യം ത്യജിച്ചാൽ മാത്രമേ ഈ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ശരിയായ ലക്ഷ്യം തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ലക്ഷ്യം വെക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് മൊത്തത്തിൽ നശിപ്പിക്കാനും നമുക്ക് ലക്ഷ്യം വെക്കാൻ പറ്റും, മൊത്തത്തിൽ നേടാനും ലക്ഷ്യം വെക്കാൻ പറ്റും. ഇനി നമ്മൾ നേടുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതാണെങ്കിൽ അതും നമുക്ക് പ്രയോജനപ്രദമായിരിക്കില്ല. നശിപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ് നമ്മളുടെ ചില നേട്ടങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചു കൊണ്ടുള്ളതാകുമ്പോൾ അതും നമ്മുടെ ശരിയായ ലക്ഷ്യപ്രാപ്തിയിൽ നമ്മൾ എത്തില്ല. കാര്യം അത് കിട്ടിയതിന്റെ ഗുണം നമ്മൾ അനുഭവിക്കാതെ പോകുന്നത് പോലെയാണ്. അപ്പോ എങ്ങനെയുള്ള ലക്ഷ്യത്തെ നമ്മൾ സ്വീകരിക്കണം, ആ ലക്ഷ്യത്തിലേക്ക് കഠിന പ്രവൃത്തി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഇന്നലെ പറഞ്ഞ ആദ്യത്തെ ആ ഇമോഷൻസിനെ എല്ലാം ഹോമിച്ചതിന് ശേഷം മാത്രം വെളുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഈ വെളുത്ത വസ്ത്രം എന്ന് പറയുന്ന ഒരു പ്രതീകമാണ് നമ്മൾ നീറ്റായിരിക്കുക എന്നുള്ളത്. ശരീരം മാത്രമല്ല അവിടുത്തെ നീറ്റ്. ശുഭ്രവസ്ത്രധാരി എന്നൊക്കെ എപ്പോഴും നമ്മള് ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന സരസ്വതിയും ശുഭ്രവസ്ത്രധാരിയായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജ്ഞാനം നല്ല പ്യുവർ ആയിട്ടുള്ള സ്ഥലത്തെ ലഭിക്കുകയുള്ള പ്യൂരിറ്റി കാണിക്കുന്നതാണ് എപ്പോഴും ശുഭ്രവസ്ത്രം എന്ന് പറയുന്നത്. മാലിന്യ കൂമ്പാരത്തിൽ വെള്ളത്തുണിയിട്ടാൽ ശുഭ്രവസ്ത്രധാരിണി ആവില്ല. അതാണ് ഒരു പോയിന്റ്. നമ്മൾ കുളിക്കുന്നുണ്ട്, നമ്മൾ രാവിലെ എണീക്കുന്നുണ്ടല്ലോ, ഞാൻ കുളിക്കുന്നുണ്ടല്ലോ, ഞാൻ വൃത്തിയായിട്ടുള്ള വേണ്ട ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ, ഇതെല്ലാം പറയുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മുടെ മുന്നിൽ എത്തുന്ന രോഗികളെയും കൂടി വെച്ചിട്ടുള്ള അടിസ്ഥാനത്തിലാണ് പലതും പറയുന്നത്. അപ്പൊ അവരെല്ലാം പറയുമ്പോൾ അവരുടെ ജീവിതചര്യകളൊക്കെ വളരെ നീറ്റാണ്. നമുക്കൊന്നും പറയാനില്ല. ഡോക്ടറെ, ഞാൻ നേരത്തെ കിടന്നുറങ്ങും, ഞാൻ നേരത്തെ രാത്രി ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കില്ല, നേരത്തെ കഴിക്കും, ഞാൻ വെജാണ്, ഞാൻ വേറെ ഒന്നും കഴിക്കാറില്ല, ഞാൻ ഏർലി മോർണിംഗ് എണീറ്റും ഞാൻ യോഗ ചെയ്യാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ കുമിഞ്ഞു കൂടി കിടക്കുന്ന മാലിന്യം എവിടെയാണെന്ന് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ചിന്തകളിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചിന്തകളിലെ മാലിന്യങ്ങളെ നശിപ്പിച്ച്, അതായത് കത്തിച്ച് കളയുക. ചിന്ത കൊണ്ട് നമ്മുടെ ജീവിതം കത്തിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചിന്ത ദഹിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആ ചിന്തകളെ നമ്മൾ പുറത്തേക്ക് കളഞ്ഞ് ദഹിപ്പിക്കുക. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ ചിന്തകളെ അനുവദിക്കാതിരിക്കുക. അത് ആദ്യത്തെ ദിവസത്തെ സന്ദേശമായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം വേണ്ടാത്ത എല്ലാം നശിപ്പിച്ചിട്ട് ചിന്താ ദഹതി ചിതാ ദഹതി നിർജീവം, ചിന്താ ദഹതി ജീവിതം എന്ന് പറയുന്നുണ്ട്. ചിന്ത ജീവിതത്തിനെ ദഹിപ്പിക്കുന്നു, ചിത മരിച്ചാലിനെ ദഹിപ്പിക്കുന്നത്. ചിത എങ്ങനെയാണോ ഒരു നിർജീവമായ വസ്തുവിനെ നശിപ്പിക്കുന്നത്, ഇല്ലാതാക്കുന്നത്, തത്തുല്യമായിട്ടാണ് ചിന്ത ജീവനുള്ള നമ്മളെ നശിപ്പിക്കുന്നത്. അപ്പോ ഏതാണ് ഗരീയസി എന്ന് ചോദിക്കുമ്പോ ചിന്തയാണ് ഗരീയസി. അതായത് ചിത ജീവനില്ലാത്തതിനെ കത്തിക്കുന്നുള്ളൂ, ചിന്ത ജീവനുള്ളതിനെ കത്തിക്കുന്നു. അപ്പൊ ഏറ്റവും ഗൗരവകരമായ അപകടകരമായ കാര്യം ചിന്തയാണ്. ആ ചിന്തയെല്ലാം നശിപ്പിച്ചിട്ട്, തെറ്റായ ചിന്തകൾ നശിപ്പിച്ചിട്ട് ബ്രഹ്മചാരിണിയിലൂടെ ശരിയായ ചിന്തകൾ. അപ്പോ ദേവി ബ്രഹ്മചാരിണി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് കടന്ന്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്വാംശീകരിച്ച് ആ രൂപത്തിൽ, അല്ലെങ്കിൽ ആ ചിന്തകളിലൂടെ, ശുദ്ധമായ ചിന്തകളിലൂടെ നമുക്ക് പോകാൻ ഈ ബ്രഹ്മചാരിണിയുടെ സന്ദേശം, ബ്രഹ്മചാരിണിയുടെ ജീവിതം നമുക്ക് മാതൃകയാവട്ടെ. മറ്റൊരു കാര്യം കൂടി, മറ്റൊരു ആസ്പെക്ട് കൂടി പറയാൻ ആഗ്രഹിക്കും. ഇപ്പൊ ശിവനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ആ ലക്ഷ്യത്തിൽ എത്തുന്ന, ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സുഖം നമ്മുടെ മനസ്സിനുണ്ടാവാൻ, ഒരു ആത്യന്തികമായി നമ്മൾ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം ഉണ്ടാകണം എന്ന് പറയും. അപ്പൊ ജ്ഞാനാർത്ഥി ആയിരിക്കുന്ന ഒരാൾ, അതായത് ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രായക്കാരെ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, എന്തും പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഈ ആത്യന്തികമായ ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന, ലക്ഷ്യത്തോടു കൂടി പോകുന്ന
ജ്ഞാനം ആഗ്രഹിച്ച് സഞ്ചരിക്കുന്ന എല്ലാവർക്കും വേണ്ട ക്വാളിറ്റി ബ്രഹ്മചാരിണി ദേവിയിലുണ്ട്. ബ്രഹ്മചാരിണി ദേവിയുടെ രൂപത്തില് ദേവി വാളോ അല്ലെങ്കിൽ മറ്റായുധങ്ങളോ ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല. അതായത് ഒന്നിനെയും തടഞ്ഞു വെക്കുന്നില്ല. എല്ലാത്തിനെയും വരുന്നത് സ്വീകരിക്കുകയാണ്. എന്തും വരുന്നതിനെ സ്വീകരിക്കുകയാണ്. ഒന്നിനെയും അങ്ങ് മാറ്റുന്നില്ല. അനുഭവിക്കാനുള്ളത് ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ചിലത് നമ്മൾ അനുഭവിച്ച് തീർക്കുക, അങ്ങനെയല്ലേ പറയാ. ചില കാര്യങ്ങളെ നമ്മൾ അങ്ങ് അനുഭവിച്ച് തീർക്കണം. ചില കഷ്ടപ്പാടുകൾ, ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയാതെ ചോദിക്കാറുണ്ട്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്തിനിങ്ങനെ കഷ്ടപ്പെടണം, ഞാൻ എന്തെല്ലാം ദിവസവും ചെയ്യുന്നു എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്നൊരു ചോദ്യം വരാറില്ലേ പലപ്പോഴും. ചിലതൊക്കെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് തന്നെയാണ്, അത് സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധത്തിൽ സ്വീകരിച്ചു നോക്കൂ. ഉറപ്പായിട്ടും ഈ പറഞ്ഞ ജ്ഞാനം, ഈ നമ്മുടെ വേണ്ട അറിവ് നമ്മളിലേക്ക് തന്നെ വന്നു തുടങ്ങും. അതിന് ഈ പറഞ്ഞ ചില എന്താണ് കണ്ടീഷൻസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതിന് ഒരു സ്റ്റുഡന്റിന് വേണ്ട, സ്റ്റുഡന്റ് എന്നുള്ള വാക്ക് ജ്ഞാനാർത്ഥി എന്നുള്ളതിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു ജ്ഞാനം അർത്ഥിക്കുന്ന ഒരാൾക്ക് വേണ്ട ക്വാളിറ്റീസ് ബ്രഹ്മചാരിണി ദേവിയിലുണ്ട്. എന്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വെട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവമല്ലാതെ വളരെ കാമായിട്ട് വെയിറ്റ് ചെയ്ത് സീൻ കണ്ട് എന്താണ് പ്രോബ്ലം എന്ന് കണ്ട് ഞാനത് സ്വീകരിക്കേണ്ടതാണോ, അതിന് ഞാൻ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണോ, ഇങ്ങനെ വളരെ ക്ലിയർ തോട്ട് ഒരാൾക്ക് ഉണ്ടാവാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ ജ്ഞാനം ഉള്ളിലേക്ക് കടന്നു വരുള്ളൂ. ഫിലോസഫിക്കലി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ തീർക്കാൻ, നഷ്ടപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് കളഞ്ഞ് നമ്മുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് നമുക്ക് മോചിതരാകണമെങ്കിൽ ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ ചില അനുഭവങ്ങളിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ചില കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രാരബ്ധ കർമ്മങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ചില കർമ്മങ്ങൾ നമുക്ക് എത്തുന്നതാണ്. അപ്പൊ നമ്മൾ അതിൽ വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് സഞ്ചിതമാക്കാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അനുഭവിക്കേണ്ടത് നമ്മൾ ചിലപ്പോൾ അനുഭവിച്ചേ പോകാൻ പറ്റുള്ളൂ. പുതിയ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തുറന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ 2 ദിനത്തിലെ സന്ദേശവും കൂടെ ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കളയേണ്ടത് കളയുക, അനുഭവിക്കേണ്ടത് സ്വീകരിക്കുക, പുതിയ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രം അത് നല്ല അനുഭവങ്ങൾ സഞ്ചിതമാക്കുക, മോശമായ അനുഭവങ്ങളിലേക്ക് സഞ്ചിതമാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഈ 2 ദിവസത്തെ സന്ദേശം. എല്ലാവർക്കും സ്വന്തം ജീവിതത്തിൽ നിന്ന് ഇതെടുത്തു നോക്കാം. ചില കാര്യങ്ങൾ, ചില കഷ്ടപ്പാടുകളെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കഷ്ടപ്പാട് വേണ്ട, അത് അനുഭവിക്കാൻ വയ്യ, അത് പെട്ടെന്ന് മാറ്റാം എന്ന് പറഞ്ഞ് നമ്മൾ ചാടി ഇറങ്ങി അതൊന്ന് മാറ്റി നോക്കൂ. വേറൊരു രൂപത്തിൽ ഉറപ്പായും ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളിലേക്ക് എത്തും. ഒരു 2 എണ്ണമെങ്കിലും ആവുമ്പോ മിനിമം അല്ലെ, 2 എണ്ണം ആവുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തോ നമ്മൾ ആ ഒരു കഷ്ടകാലം അനുഭവിക്കാനുണ്ട്. അതിലൂടെ കടന്നു പോവുക. ഒന്നിനെയും കുറ്റപ്പെടുത്താതെ, ഒന്നിലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാതെ അതിലൂടെ അങ്ങ് കടന്നു പോവുക. കടന്നുപോയി കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മളുടെ അടുത്ത ലെവലിലേക്ക് നമ്മളെ മാറ്റാനുള്ള ഒരു തീരുമാനം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലർക്കത് മനസ്സിലാവില്ല. മനസ്സിലാവാതിരുന്നാൽ എത്രത്തോളം അനുഭവങ്ങൾ കിട്ടിയാലും വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്നത് എന്തിനാണ്, അനുഭവിക്കേണ്ടതാണോ, നമ്മൾ മാറ്റിയത് കൊണ്ട് വീണ്ടും വരുന്നതാണോ, അത് പറഞ്ഞു തരാൻ പറ്റില്ല. അതൊക്കെ അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കുക, സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ആ ശ്രദ്ധ നമ്മളെ ഇതുപോലുള്ള ചിന്തകളിലേക്ക് നയിക്കും. ആ ചിന്തകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തികൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് നയിക്കും. ആ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് വീണ്ടും നയിക്കും. ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇത്തരം സങ്കല്പങ്ങളും ഈ ആരാധനാ രീതികളും വിധികളും ഒക്കെ ഉള്ളത്. ഒരു കാര്യം ഇടയ്ക്ക് ചോദിച്ചോട്ടെ, നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ, എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ചിലപ്പോ നെറ്റ്വർക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും വന്നേക്കാം, കട്ടായി പോയേക്കാം. എന്തായാലും നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു. ഇത്രയുമാണ് ഒരു പ്രാർത്ഥനയോടെ ആയാലും ഒരു ഭജന. പക്ഷെ മഴയായതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത്. ഒരു ഭജനയോടുകൂടി, അതായത് ദേവിയെ, ബ്രഹ്മചാരിണി ദേവിയെ നമുക്ക് ഒന്ന് നമ്മളിലേക്ക് എടുക്കാം. ബ്രഹ്മചാരിണി ദേവി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന്റെ ദേവി ആയതുകൊണ്ട് ഒരു സ്തുതി പറയാൻ ആഗ്രഹിക്കുന്നു. സരസ്വതി ദേവിയുടെ ഒരു സ്തുതിയായിട്ട് തന്നെ പറയാം. യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ
श्वेतपद्मासना या ब्रह्माच्युतः शङ्करप्रभृतिभिर्देवैः सदा पूजिता सा मां पातु सरस्वती भगवती निःशेषजाड्यापहा सा मां पातु सरस्वती भगवती निःशेषजाड्यापहा. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ, സന്ദേശങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ബ്രഹ്മചാരിണിയെ പറ്റിയിട്ടുള്ള, ബ്രഹ്മചാരിണി എന്ന ഭാവം കൊണ്ട് നമ്മൾ എന്താണ് എന്താവണം, എടുക്കേണ്ടത്? അതാണ് നമ്മൾ എന്താവണം, നമ്മൾ എന്ത് സ്വീകരിക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഭാവം കൊണ്ട് എന്താണ് ഇനി തിരുത്തേണ്ടത് എന്നുള്ളത് എല്ലാവരും ഒന്ന് ചിന്തിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓരോരുത്തർക്കും വ്യക്തിപരമായ വ്യത്യാസങ്ങൾ കാണാം. വൈയക്തികമായ വ്യത്യാസങ്ങൾ ഇതേ ആശയം, ഈ പറഞ്ഞ ആശയത്തിലൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ ഈ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ ഒരു ബെനിഫിറ്റ്, പൂർണ്ണത നമ്മുടെ ഒരു ലൈഫിലേക്ക് എത്തുകയുള്ളൂ. നമ്മൾ മാത്രമല്ല ഈ ലോകത്ത്, നമ്മളോടൊപ്പം ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. അപ്പൊ അവരെല്ലാവരും ചേർന്നതാണ് ഈ ലോകം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരിലേക്കും റിഫ്ലക്ട് ചെയ്യും. നിങ്ങളുടെ പ്രവൃത്തികൾ കുടുംബത്തിലേക്കും അതിലൂടെ സമൂഹത്തിലേക്കും പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് പ്രവൃത്തികൾ ശരിയാകും തോറും അത് സമൂഹത്തിലേക്കും ആ ഒരു വ്യാപനം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും ഇതേ സങ്കല്പങ്ങളെ നമ്മളിലേക്ക് ഉള്ളിലേക്ക് എടുത്ത് പോസിറ്റീവായിട്ട് ലൈഫിലെ സന്തോഷത്തിന് വേണ്ടിയും ലൈഫിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കുക. വളരെ സന്തോഷം വീണ്ടും നിങ്ങളെ കാണാൻ പറ്റിയതിൽ. ഇന്നലെ കാണാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് ഞാൻ കേട്ടു, മുഴുവനും കേട്ടു. വളരെ നന്നായിരുന്നു ഫസ്റ്റ് ഡേ. ഇന്നത്തത് ഞാൻ പകുതിയായിട്ട് കേറിയുള്ളൂ. നാളെ ഇതൊന്ന് പോസ്റ്റ് ചെയ്താൽ വലിയ ഉപകാരമായി. ഞങ്ങൾക്ക് ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാരണം അവര് പോയിട്ടേ എനിക്ക് എങ്ങനെ അവരോട് പറയും നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. അത് കാരണം അവര് പോയിട്ടാണ് എനിക്ക് 8:45 ഞാൻ കേറിയപ്പോ. അതിൽ കഴിഞ്ഞ ഈ ജ്ഞാനം കർമ്മം അത്രയും കേട്ടു. നമ്മളുടെ കർമ്മം അനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ആചാര്യന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചതും അതാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നോ അത് അനുസരിച്ച് നമുക്ക് നല്ലതും ചീത്തയും വന്നു ചേരും. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പൊ വിഷമതകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മഫലമായിരിക്കാം ഈ ജന്മം, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളായിട്ട് നമുക്ക് ആർജിച്ചു കൊണ്ടുവന്ന കർമ്മഫലമായിരിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിക്കുക. പിന്നെ നമ്മൾ അതിനെ ഒരിക്കലും ഭഗവാന്റെ ഒരു പ്രസാദമായിട്ട് തന്നെ അതിനെ കാണണം. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുക്കുക. അപ്പൊ തീർച്ചയായും ഭഗവാൻ അതിൽ നിന്ന് നമ്മളെ കരകയറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ നന്നായിരുന്നു ക്ലാസ്. ഇനി ഈ 9 ദിവസം ഇതുപോലെ കാതോർത്തിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും അതാണ്, ഈശ്വര സങ്കല്പവും ഈശ്വര വിശ്വാസവും നമ്മളെ ഇതുപോലെ ശക്തി പകരാൻ വേണ്ടിയുള്ളതാണ് ആ വിശ്വാസങ്ങൾ. അത് പലപ്പോഴും അന്ധവിശ്വാസങ്ങളോ അമിതമായ തെറ്റിദ്ധാരണകളിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ അമ്മ പറഞ്ഞതൊക്കെയാണ് ലക്ഷ്യം. ആ ഈശ്വര വിശ്വാസം നോക്ക് എന്തിന്, നമ്മള് ചെയ്യുന്ന പ്രവൃത്തികൾ ഒരാൾ കാണാനുണ്ടെന്നും അത് നിയന്ത്രിക്കാനുണ്ടെന്നും അതിന്റെ ഫലം നമ്മളിലേക്ക് വരുമെന്നുള്ള ആ വിശ്വാസം നമ്മളിലേക്ക് ഉറയ്ക്കും തോറും നമ്മുടെ പ്രവൃത്തികൾ കൂടുതൽ കൂടുതൽ ശുദ്ധവും ശക്തവുമാവും. അത് തന്നെയാണ് ഈ ഈശ്വര സങ്കല്പത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിത്തറ. വളരെ സന്തോഷം ഒരു കൂട്ടിച്ചേർക്കലിന്. വേറെ ആരെങ്കിലും? നമസ്തേ. ആർദ്ര പറഞ്ഞോ, എന്തുണ്ട് വിശേഷം? അവിടെ പൂജവയ്പ്പൊക്കെ ഇല്ലേ അവിടെ നിങ്ങളുടെ അമ്പലത്തിൽ തൊട്ടടുത്ത്? ഏതാണ്? ശർക്കര ക്ഷേത്രം ഉണ്ട്. വലിയ ആഘോഷമാണോ അവിടെ? തുടങ്ങിയില്ല. ഓക്കെ. 3-4 ദിവസം ഉണ്ടാവുള്ളൂ അല്ലേ അവിടത്തെ? 3-4 ദിവസം. പറയൂ, എന്തുണ്ട്? ഞാൻ ഒരുപാട് ഇങ്ങനെ മാറി മാറി ചിന്തിച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഡോക്ടറെ ക്ലാസ് ആണ് ഇതുപോലെ. അതൊക്കെ ഓരോ നിയോഗവും ഓരോ നിമിത്തമാണ്. ഇപ്പൊ ഞാൻ എങ്ങനെ ഈ ചിന്ത കുറയ്ക്കാം, ചിന്ത എങ്ങനെ നല്ലപോലെ പോവാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോഴാണ് ആ വഴികൾ ക്ലാസ്